ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മൈ വർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. ഒരു എൻട്രി ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിഫ്റ്റിയിലാണ് എടുത്തത്. നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനാണ് 24,600 കോൾ ഓപ്ഷനാണ്. എൻ്റെ എൻട്രി ഇവിടെ ഫ്ലാറ്റ് ട്രേഡിലെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓർഡറിൽ പോയാൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് താഴേക്കാണ് വന്നത്, എന്താ അറിയില്ല. മറ്റേ ഇതുകൊണ്ടാണ് ഇതുണ്ട് 3 ഓർഡറൊക്കെ ഒരുപാട് ഓർഡർ വന്നുകൊണ്ടാണ് ഇതുണ്ട്. എന്തായാലും എൻട്രി വന്നത് 154.03 ആണ്. 154.03 ഏകദേശം ഇവിടെ കയറി വരും. കറക്റ്റ് 03 നമുക്ക് കൊണ്ടുവെക്കാൻ കഴിയില്ല എന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവച്ച്. പിന്നെ ടാർഗറ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ് വന്നത്. ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 184.05 രണ്ട് ഓർഡർ 184.05 184 വന്നത്. അത് കറക്റ്റ് 30 പോയിന്റ് തന്നെ ആയിരിക്കും അടിക്കുക. കാരണം എൻട്രി വന്നത് 3 ലോട്ടും 3 ഡിഫറെൻറ്റ് പ്രൈസിനായിരിക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, ടാർഗറ്റ് വേറെ ആയിട്ട് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ടാർഗറ്റ് അടിക്കുന്ന സമയത്ത് എന്തായാലും കറക്റ്റായിട്ട് 30 പോയിന്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ടാർഗറ്റും SL ഫുള്ള് സെറ്റാണ്. എൻട്രി എടുക്കാനുള്ള റീസൺ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താണ്. പിന്നെ ഇതിൽ ടാർഗറ്റ് ഒന്നെങ്കിൽ 30 പോയിൻറ്റ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലുള്ള ഏരിയ നമുക്ക് നോക്കിയാൽ നിഫ്റ്റിയിൽ എൻട്രി 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് എൻട്രി ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. എൻട്രി ഏരിയ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത്. ഈ ഒരു റെഡ് ക്യാൻഡലിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഇനിയിപ്പോൾ ടാർഗറ്റ് 5 മിനിറ്റിൽ വേറെ ലിക്വിഡിറ്റി ഇല്ല, 5 മിനിറ്റിൽ വേറെ ലിക്വിഡിറ്റി ഒന്നുമില്ല. അപ്പോൾ ഡേ ഹൈ നമുക്ക് ടാർഗറ്റ് വെക്കാം. ഓക്കെ, ഡേ ഹൈ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഡേ ഹൈ അല്ലെങ്കിൽ 30 പോയിൻറ്റ് ഏതാണ് ആദ്യം അടിക്കുന്നത് അതിലായിരിക്കും എക്സിറ്റ് അടിക്കാം. സോ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നിഫ്റ്റിയിൽ ഇതിൽ ടാർഗറ്റ് അടിക്കട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ 30 പോയിൻ്റ് അടിക്കട്ടെ. ഓക്കെ, ഇതിലിപ്പോൾ ഒരു 50 പോയിൻ്റ് ഉണ്ട് ഇതിൽ ടാർഗറ്റ് സ്പോട്ട് ചാർട്ടിൽ. അപ്പോൾ 50 പോയിൻ്റൊക്കെ വരുമ്പോഴേക്കും ഇതിൽ 30 പോയിൻ്റ് വരുന്നോളേക്കെന്ന് വിചാരിക്കുന്നു. ഒന്നില്ലാണ്ടെങ്കിൽ അതിൽ കുറവ് നോക്കേണ്ടി വരും. ഇതിലും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊസിഷൻ്റെ ടൂൾ മാർക്ക് ചെയ്യിക്കാം. എന്നിട്ട് നമുക്ക് വാച്ച് ചെയ്യാം ഏതാ ആദ്യം അടിക്കുന്നുണ്ടോ, ഇനി അടിക്കുകയാണെങ്കിൽ ഏതാണ് അടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ എന്തായാലും കറൻ്റ്ലി നല്ലൊരു മൂവ്മെൻറ്റ് അവിടെ നിന്ന് വരും. നമ്മൾ എൻ്റെ അടുത്ത ഏരിയയിൽ നിന്ന് സ്പോട്ടിൽ നിന്ന് ഫുള്ള് പച്ച കാൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,100 പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 3 ലോട്ടാണ് ഈ മാസം തൊട്ട് 3 ലോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ആകെ ഒരു ട്രേഡ് മാത്രമേ 3 ലോട്ടിൽ എടുത്തുള്ളൂ. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രേഡാണ്. ഒരു ട്രേഡ് കഴിഞ്ഞ വെള്ളിയാഴ്ച 1 ഓഗസ്റ്റിന് എടുത്തിട്ടുണ്ട്. ഇനി അത് SL ആണ്. ഇതിപ്പോൾ സെക്കൻഡ് ട്രേഡാണ് 3 ലോട്ടിലുള്ള. സോ ഇനിയിപ്പോൾ എന്തായാലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റ് SL ഏതെങ്കിലും ഒന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതിലിപ്പോൾ എൻട്രി എടുക്കാനുള്ള റീസൺ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയാണ്. ഇത് 5 മിനിറ്റ് IDX ആണ്. അത് ടാപ്പ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിൽ നോക്കിയിട്ടാണ് ഞാൻ എൻട്രി എടുത്തത്. എൻട്രി എടുക്കുന്നതിന് മുന്നൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എൻട്രി എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പറയാം ടാർഗറ്റ് SL അടിക്കുമ്പോൾ. ഇതിൽ എൻട്രി വന്ന ടൈം 10:57 10:57 പറഞ്ഞാൽ ഈ ഒരു സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെഡ് ക്യാൻഡിലാണ് എൻട്രി വന്നത്. ആ എൻട്രി വന്നതിന് ശേഷം തീരെ ചോപ്പിലേക്ക് വന്നില്ല, കംപ്ലീറ്റ് ബുള്ളിഷ് ആയിരുന്നു. ആ ഒരു ടിപ്പിന്ന് നേരെ മാർക്കറ്റ് മേലെ കയറുകയാണ് ചെയ്തത്. അത് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുന്നില്ല നമുക്ക് പറയാനില്ല. നേരെ വന്ന് SL അടിക്കാം, അതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ വരെ വന്നിട്ട് SL അടിച്ചിട്ട് ടാർഗറ്റിൽ വല്ല ടാർഗറ്റ് അടിച്ചിട്ട് SLലേക്ക് വരാം, ടാർഗറ്റിന് തൊട്ടടുത്തേക്ക് മിസ്സായിട്ട് ഇങ്ങോട്ട് വരാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ നിലവിലിപ്പം ആ ഒരു എൻട്രി നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ ആ സ്പോട്ടിൽ നിന്ന് ഹൈ ബുള്ളിഷായിട്ട് മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ടിപ്പുന്നുണ്ടായിരുന്ന ഒരു എൻട്രി തന്നെയാണ്. ഇനി നല്ല രീതിക്ക് പ്രോഫിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഈ ഒരു ട്രേഡിൽ ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലോട്ടായതുകൊണ്ട് ടാർഗറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 6,750 ആയിരിക്കും ടാർഗറ്റ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി ലോട്ട് കൂട്ടി. അപ്പോൾ ടാർഗറ്റ് 30 പോയിൻ്റ് ആണെങ്കിൽ എത്രയായിരിക്കും പ്രോഫിറ്റ് വരിക, SL ആണെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളതൊക്കെ. എന്നാലും ഒന്നും കൂടെ പറയാണ്. ഇതിലിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ 6,750 ആയിരിക്കും പ്രോഫിറ്റ് വരിക. ഇനി SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടുന്ന് ഇപ്പോൾ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,350 രൂപയായിരിക്കും ലോസ് വരിക. 1:5 ട്രേഡാണ്. സോ ഒന്നെങ്കിൽ 1,350 ലോസ്, അല്ലെങ്കിൽ 6,750 പ്രോഫിറ്റ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ സ്പോട്ട് ചാർട്ടിലാണ് ടാർഗറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ മാനുവലി എക്സിറ്റ് അടിക്കും. അപ്പോൾ 6,750 കുറവുള്ള ഏതെങ്കിലും ഒരു പ്രോഫിറ്റ് ആയിരിക്കും വരിക. 30 പോയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഓട്ടോമാറ്റിക്കലി എക്സിറ്റ് ആയിക്കോളും, മാനുവൽ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. സോ അത്രയാണ് ഇപ്പം നിലവിലുള്ള ഒരു കണ്ടീഷൻ. ഇനി എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം എന്താ സംഭവിക്കണമെന്ന്. നമ്മളെ ആ ട്രേഡ് ഇവിടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ സ്പോട്ട് ചാർട്ടിലല്ല പ്രീമിയത്തിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ ഡീറ്റെയിൽസൊക്കെ
PNL നോക്കുകയാണെങ്കിൽ 6750 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ എടുത്തത് 2 ലോട്ടാണ്. അതിൽ 4500 പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് 30 പോയിന്റ് വെക്കുന്ന സമയത്ത്. അത് കൂട്ടി ഇപ്പോൾ 3 ലോട്ടാക്കി, അതുകൊണ്ട് 6750 ആണ് പ്രോഫിറ്റ്. സോ അതിൽ SL അടിച്ചിരുന്നെങ്കിൽ 1350 ആയിരിക്കും വരിക. കറക്റ്റ് 1:5 വെച്ച ട്രേഡാണ്. 6 പോയിൻറ്റ് SL 30 പോയിൻറ്റ് ടാർഗറ്റും 3 ലോട്ട്. സോ മറ്റേ സ്പോട്ട് ചാർട്ടിൽ ഇപ്പോഴും ടാർഗറ്റ് അടിച്ചില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. അടിച്ചില്ല, നമ്മുടെ പ്രീമിയത്തിൽ മാത്രമേ അടിച്ചുള്ളൂ. അത് അടിക്കോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല, എന്തായാലും വിഷയമല്ല. നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയാണ്, ഇനി ഒന്നെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇതിൽ ഏതിലാണ് അടിക്കുന്നത് അപ്പോൾ എക്സിറ്റ് ആവുന്നുള്ളത്. അതിൽ ഫസ്റ്റ് പ്രീമിയത്തിൽ അടിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആയി. നമ്മൾ എൻട്രി ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു റെഡ് ക്യാൻഡിലാണ്. ഇനി ആ ക്യാൻഡിൽ എൻട്രി എടുത്തതിന് ശേഷം അവിടുന്ന് കുത്തനെ മേലേക്കാണ് പോകുന്നത്. ഈ ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ് ഗ്രീൻ ക്യാൻഡിലാണ്. പ്രീമിയത്തിൽ ചെറിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഉണ്ട്, അത് മാത്രമേ ഒരു റെഡ് ഉള്ളൂ. ഇതിൽ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ അതും ഗ്രീൻ തന്നെയാണ്, കംപ്ലീറ്റ് ഗ്രീനാണ്. അതായത് നമ്മൾ എൻട്രി എടുത്തോടത്തുനിന്ന് കുത്തനെ മേലേക്ക് പോയിട്ട് ടാർഗറ്റ് അടിച്ചാണ്. ഫുൾ ബുള്ളിഷ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു റിട്രേസ്മെൻറ്റ് പോലും ഇല്ലേനി, അത്രയും ഇതായിട്ടാണ് പോയത്. എൻട്രി അല്ല, നമ്മുടെ ടാർഗറ്റ് അത്രയും ടിപ്പിലുള്ള ടാർഗറ്റാണ്. ഇനി മേലേക്ക് വരും ഇനി താഴേക്ക് വരും എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നിലവിലിപ്പോൾ നോക്കുമ്പോൾ എൻട്രിയും ടിപ്പിലാണ്. ഒരു 6 പോയിൻറ്റ് SL വെച്ചത്, അപ്പോൾ 6 പോയിൻറ്റ് പോലും താഴേക്ക് ഇറങ്ങിയില്ല നമ്മൾ എൻട്രി എടുത്ത് കൊടുത്തുനിന്ന്. അവിടുന്ന് കുത്തനെ മേലേക്ക് പോയിട്ട് ടാർഗറ്റ് അതിലും ടിപ്പാണ്. ആ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പോലും മേലേക്ക് കയറിയില്ല, കുത്തനെ താഴേക്ക് അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇനി മേലേക്ക് പോകുമോ താഴേക്ക് പോകുന്നുള്ള അറിയില്ല. പക്ഷേ നിലവിൽ എൻട്രി ടിപ്പ് എന്നാണ്, ഇനി ടാർഗറ്റും ടിപ്പാണ്. ഇനി അത് പല രീതിയിലും വരും. എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, എൻ്റെ ടാർഗറ്റ് ചിലപ്പം തൊട്ടടുത്ത് വരെ പോയിട്ട് ടാർഗറ്റ് അടിക്കാണ്ട് തിരിച്ച് വരലുണ്ട്. SL അതേപോലെ ടിപ്പിലടിച്ചിട്ട്, SL എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ടിപ്പിലടിച്ചിട്ടൊക്കെ ടാർഗറ്റിലേ പോകുന്നുണ്ട്, പല കേസും ഉണ്ടാവലുണ്ട്. സോ ഇതെന്തായാലും കറക്റ്റ് എൻട്രിയും കറക്റ്റ് എക്സിറ്റും ആണ്. സോ ഇതിൽ ടൈം നോക്കുകയാണെങ്കിൽ 10:57 എടുത്തിട്ട് 11:06 എക്സിറ്റ് ആയത്. അതായത് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇല്ല, ആകെ ഒരു 9 മിനിറ്റൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇപ്പോൾ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും 10:57 എടുത്ത് 11:06, ഒരു 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് പോലും എടുത്തില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ 6750 പ്രോഫിറ്റ് കിട്ടി. സോ ട്രേഡിങ് അടിപൊളിയാണ്, ട്രേഡിങ് മറ്റേതാണ് മറിച്ചതാണ്, 10 മിനിറ്റ് കൊണ്ട് ഇത്രയൊക്കെ പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ പലർക്കും തോന്നും. ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. അതായത് ഇതിന് എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ട്, ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത്ര പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ എത്രമാത്രം ഹാർഡ് വർക്ക് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ആരും അറിയുന്നത്. ഞാൻ ഈ ഒരു ലോട്ട് കൂട്ടി തന്നെ എത്രമാത്രം വെയിറ്റ് ചെയ്തിട്ടാണ് 2-3 വന്നത് തന്നെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് അത് അറിയലുണ്ടാവില്ല. സോ ഈ ഒരു 10 മിനിറ്റ് ഉള്ള കാര്യം, ഈ 10 മിനിറ്റിൽ നടക്കുന്ന കാര്യം മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. ഈ ഒരു വീഡിയോ തുടങ്ങിയത് നിങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുക എൻട്രി എടുത്ത ടൈമിലായിരിക്കും. എൻട്രി എടുത്ത് പറഞ്ഞാൽ ഇതിപ്പോൾ 10:11 ഒരു നമ്മൾ എൻട്രി 10:56 ഇട്ടാണ് കണ്ടത്. അപ്പോൾ 10:56 ആ എൻട്രി എടുത്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ 10:56 തൊട്ടിട്ടുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുള്ളൂ. അവിടുന്ന് ട്രേഡ് എടുക്കുന്നത്, പ്രോഫിറ്റ് വരുന്നത്, ഇതടിക്കുന്നത്, ടാർഗറ്റ് അടിക്കുന്നത്, മറ്റടിക്കുന്നത്, അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ രാവിലെ 9:15 തൊട്ട് ഈ മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ അറിയുന്നില്ല, അതൊന്നും പുറത്തുള്ള ആരും ഓഡിയൻസൊന്നും അത് അറിയുന്നില്ല. ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഞാനിങ്ങനെ മാർക്കറ്റിൽ വെറുതെ മേലോട്ട് നോക്കിയിരുന്ന് കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്ന് എൻട്രി ഉണ്ടോ നോക്കിയിരുന്ന്, എൻട്രി ഇല്ലാതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു, അതൊന്നും ആരും അറിയില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം SL അടിച്ചിട്ടുണ്ട്, ഇനി അതേപോലെ എൻട്രി ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അറിയില്ല. എല്ലാവരും അറിയുന്നത് ഈ ഒരു 10 മിനിറ്റ് മാത്രമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു 10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ എല്ലാവരും അറിയുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം കണ്ടിട്ട് ഇത്ര പ്രോഫിറ്റ് കിട്ടും 10 മിനിറ്റ് കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ട്രേഡിങ്ങിലേക്ക് ചാടി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല, അട്ടർ ഫ്ലോപ്പായി പോവുള്ളൂ. അതല്ല റിയാലിറ്റി. അതിൻ്റെ പിന്നിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആരും ഇങ്ങനെയൊന്നും പറയില്ല, എല്ലാവരും പ്രോഫിറ്റ് മാത്രമേ കാണിക്കുള്ളൂ. ഇത് ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഇത്ര മിനിറ്റ് കൊണ്ട് ഇത്ര ഉണ്ടാക്കി, അത്രതുകൊണ്ട് ഇത്ര ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ പിന്നിൽ എത്ര കാലം ഹാർഡ് വർക്ക് ചെയ്ത്, ആ ഹാർഡ് വർക്ക് ചെയ്ത സമയത്ത് എത്രമാത്രം സ്ട്രഗിൾ അനുഭവിച്ച്, അതിനെ പറ്റിയൊന്നും ആരും പറയില്ല. എത്ര ടൈം മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരിക്കണം, ഇമോഷൻ കൺട്രോൾ ചെയ്ത് എൻട്രി വരാത്ത സമയത്തൊക്കെ ഇമോഷൻ കൺട്രോൾ ചെയ്ത് എൻട്രി എടുക്കാതെ എത്രമാത്രം ഇതായിട്ട് നമ്മൾ പിടിച്ചിരിക്കണം, അതിനെ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും പ്രോഫിറ്റ് അത്ര, പ്രോഫിറ്റ് ഇത്ര, അപ്പോൾ എല്ലാവരും അതേ കാണുള്ളൂ. ആ എക്സ്പെക്റ്റേഷനിലാണ് എല്ലാവരും ട്രേഡിങ്ങിലേക്ക് വരിക. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴാണ് ലോസും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, സോ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു എൻട്രി നോക്കണമെങ്കിൽ ഉള്ള ലെവൽ 24,597 ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മേലേക്ക് ഒരു എൻട്രി നോക്കാം, അപ്പ് സൈഡിലേക്ക് തന്നെ. അതല്ല, മേലെ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി നോക്കാം. സോ നിലവിലുള്ള 2 ലെവൽസ് ഇത് രണ്ടുമാണ്. ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഇനി ഒരു എൻട്രി ഉണ്ടാവുക. ഒരു എൻട്രി കഴിഞ്ഞ് ഇനി അടുത്തൊരു എൻട്രി ഇതിലേതെങ്കിലും ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ഏതെങ്കിലും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് പുതിയൊരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ രാവിലെ പറഞ്ഞ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രി കഴിഞ്ഞ് സെക്കൻഡ് എൻട്രിക്ക് വേണ്ടി നമ്മൾ 2 ലെവൽ മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് 24,697.7 പിന്നെ ഒന്ന് 24,597. ഇത് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെവൽ ഇതും, മേലെ ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്കുള്ള എന്നുള്ള രീതിയിലുള്ള ലെവൽ ഇതും. അത് രണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അത് രണ്ടും അതിലൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം. പക്ഷെ ടാപ്പ് ചെയ്തിട്ട് 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷുമാണ്. അത്യാവശ്യം ഹെവി ബുള്ളിഷായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ചെറിയ ചെറിയ ലിക്വിഡിറ്റി എടുക്കുമ്പോഴൊന്നും ഒരു റിട്രാക്ഷനോ അല്ലെ താഴേക്ക് വരാനുള്ളൊരു ഇതൊന്നും കാണുന്നില്ല. കംപ്ലീറ്റ് നല്ല ഹെവി ബുള്ളിഷായിട്ട് മേലേക്ക് തന്നെ പോവാണ്. ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മേലേക്ക് കയറി വരുന്ന സമയത്ത് ഇത്രയും മേലേക്ക് കയറി. പക്ഷേ ഇത്രയും മേലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ലിക്വിഡിറ്റി ഒന്നും താഴെ നിർത്തിയില്ല. ഇന്ന് ഡേലോ ലിക്വിഡിറ്റി ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ എന്നുള്ള ഒരു ലിക്വിഡിറ്റി ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സ്വീപ്പ് ചെയ്ത് അതിനുശേഷം നേരെ ബുള്ളിഷായി പോവുകയാണ് ചെയ്തത്. അതല്ലാതെ വേറെ ഒരു ഹയർ ടൈം ഫ്രെയിം 50 മിനിറ്റ് ഐഡെക്സോ അങ്ങനെയുള്ള ലെവൽസോ ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും താഴെ ടാപ്പ് ചെയ്യില്ല. അതൊന്നും താഴെ ടാപ്പ് ചെയ്യാതെയാണ് മേലേക്ക് കയറുന്നത്. സോ അങ്ങനെ ലിക്വിഡിറ്റി ഒന്നും എടുക്കാതെ മേലേക്ക് ഇത്രയും ബുള്ളിഷായി പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല ഹെവി ബുള്ളിഷാണ്. അതുകൊണ്ട് ഇന്ന് ബെയറിഷ് ട്രേഡിന് ഞാൻ അത്ര പരിഗണന കൊടുക്കണില്ല. സോ നമുക്ക് നോക്കി നോക്കാം. ഈ അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാം. അപ്പ് സൈഡിലേക്ക് ഇപ്പോൾ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ അല്ലെങ്കിൽ ഐഡിയക്സ് ടാപ്പ് ചെയ്യണം. ഇതിനിപ്പോൾ ഇതായിരുന്നു ഉണ്ടായത്. ഇനി വേണമെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തേണ്ടി വരും. അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ഓൾറെഡി 12 ആയിട്ടുള്ളൂ, ടൈമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മാർക്കറ്റ് ഒരുപാട് താഴേക്ക് വരണം. ഇത്ര ബുള്ളിഷായിട്ടുള്ളൊരു മാർക്കറ്റ് ഇനി ഇത്രയും താഴെ വന്നിട്ട് ലെവൽ ടാപ്പ് ചെയ്തിട്ട് മേലേക്ക് എൻട്രി വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും വെയിറ്റ് ചെയ്ത് എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ നിഫ്റ്റി അത്യാവശ്യം കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ സമയം 13:38 1:30 ആയിട്ടുണ്ട്. നിഫ്റ്റി കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ നമ്മൾ രാവിലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ പക്ഷേ താഴേക്ക് എൻട്രി ഒന്നും എടുക്കുന്നില്ല പറഞ്ഞിനി. മേലേക്ക് അപ്പ് സൈഡിലേക്കുള്ള എൻട്രിക്കാണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് ബുള്ളിഷുണ്ട് അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. സോ താഴേക്ക് ഇതുവരെ എൻട്രി ഒന്നും എടുത്തില്ല. അവിടെ കാണാം രാവിലെ എടുത്ത ഒരൊറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. വേറെ പുതിയ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അതിൽ ഇപ്പോൾ പുതിയൊരു 5 മിനിറ്റ് ഐഡിക്സ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഇല്ല, ഇവിടെ അല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ മേലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാമെന്ന്. സോ അങ്ങനെയുള്ള ഒരു ഏരിയ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അതുകൊണ്ട് നമുക്ക് മേലേക്ക് ഒരു എൻട്രി നോക്കാം. മേലേക്ക് എൻട്രി കിട്ടുമോ എന്നുള്ളത് അറിയില്ല. ഇതുവരെ നിലവിൽ എൻട്രി ഏരിയ ഒന്നും ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ആയില്ല 1 മിനിറ്റിൽ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്കത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ 24,650 നോക്കി നോക്കാം. ഇതിലുള്ള ഡ്രോയിങ്സൊക്കെ നമുക്ക് ഒഴിവാക്കാം. 24,650 നോക്കാം. അത് സ്ലൈറ്റ്ലി ITM ആയിരിക്കും. 24,650 കോൾ ഓപ്ഷൻ എന്തൊക്കെയായിരുന്നു? ഓക്കെ, 24,650 പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ. നെറ്റ് സ്ലോ ആണ് അതുകൊണ്ട് മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാം. ഞാൻ നോക്കട്ടെ, എടുക്കുമെന്നുള്ള ഉറപ്പില്ല. നല്ല എൻട്രി വരികയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഈ ഒരു ഏരിയയിൽ ഒരു എൻട്രി നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഡേ ഹൈയും വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 44 പോയിൻ്റ് ഉണ്ട്. 44 പോയിൻ്റ് വരുമ്പം 30 പോയിൻ്റ് കിട്ടാൻ മതിയായിരിക്കും. 30 പോയിൻ്റ് കിട്ടുക. ഇനി 30 പോയിൻ്റ് കുറവാണെങ്കിലും പ്രശ്നമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. സെല്ലൊക്കെ ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. ഇതിൽ ഏകദേശം ഒരു 10-12 പോയിൻ്റൊക്കെ ആയിരിക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയില്ല. മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വന്നില്ല. നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാനുള്ള പ്ലാനിൽ ഇരുന്നതാണ്. ഇനി 24,650 കോൾ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് ഫുള്ള് റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി പക്ഷെ അങ്ങോട്ട് വന്നില്ല. ആ ലെവൽ ടാപ്പ് ചെയ്യാണ്ട് കുത്തനെ കയറിപ്പോയി. നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റ്. നമ്മളെ വ്യൂവും ബുള്ളിഷ് തന്നെയാണ്. നമ്മൾ എൻട്രി നോക്കിയതും മേലേക്ക് തന്നെയാണ്. ഒരു എൻട്രി എടുത്തതും മേലേക്ക് തന്നെയാണ്. ഇനി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മേലേക്ക് തന്നെ ഫുള്ള് മേലേക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു എൻട്രി നമുക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, എൻട്രി കിട്ടിയില്ലെങ്കിൽ എടുക്കില്ല, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ ഇനിയിപ്പം പുതിയൊരു ട്രേഡ് കിട്ടും എന്നുള്ളത് തോന്നുന്നില്ല. നേരത്തെ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടേനി ഈ ഒരു ലെവലൊക്കെ ടാപ്പ് ചെയ്തിട്ട് എൻട്രി കിട്ടിയിട്ട് മേലേക്ക് പോകുന്നു ഇനി തോന്നുന്നില്ല. നല്ല ബുള്ളിഷായിട്ട് മേലേക്ക് പോകാനാണ് ചാൻസ് എന്ന്. പക്ഷേ ആ ലെവൽ ടാപ്പ് ചെയ്ത് ലെവലും ടാപ്പ് ചെയ്യില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത്രയൊന്നും താഴേക്ക് വരുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ലെവൽ ടാപ്പ് ചെയ്ത് പക്ഷേ എൻട്രി കിട്ടിയില്ല. എൻട്രി കിട്ടാതെ മേലേക്ക് പോകണം ചെയ്ത്. അത്രയും നല്ല ബുള്ളിഷ് മാർക്കറ്റാണ്. കുറച്ച് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിലും
അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷായി പോകുന്ന മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് കാര്യം ഉണ്ടായില്ല, അത് പോട്ടെ. ഇനിയിപ്പം നേരത്തെ നമ്മളെന്താ പറഞ്ഞാൽ 5 മിനിറ്റ് IDX ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് വന്ന ലെവലിനെക്കാട്ടും താഴേക്ക് വരേണ്ടി വരും, ഇവിടേക്ക് എത്തേണ്ടി വരും. ഇവിടേക്ക് എത്തുകയാണെങ്കിൽ ഇനി ഒരു അപ്സൈഡ് എൻട്രി നോക്കുന്നുള്ളൂ, അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ട്രേഡ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള 2 ലെവൽസ് ഒന്നിതുമാണ് തൊട്ടടുത്തുള്ള 2 ലെവൽസ്. ഇതിലാദ്യം ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കും എൻട്രി നോക്കാം. 24,771.35 24,644.1 ഇതിലാദ്യം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി നോക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വേറെ ട്രേഡൊന്നും ഇല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് എവിടെ എന്താ ഈ ഒരു ലിക്വിഡിറ്റിയാണ്. ഇനി അവിടെ ടാപ്പ് ചെയ്ത് മേലേക്കാണ് എൻട്രി നോക്കിയത്, അത് കിട്ടിയില്ല. അത് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നു, പക്ഷെ അത് ടാപ്പ് ചെയ്തില്ല. അതിനുശേഷം പിന്നീട് എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല. ഇനി പിന്നെ കംപ്ലീറ്റ് കൺസോൾട്ടേഷനാണ്. ഇനി ഞാൻ ഇന്ന് ശരിക്കും നല്ല ഹെവി ബുള്ളിഷൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അത്യാവശ്യം ബുള്ളിഷിനാണ് ഇന്ന് ലോസ്റ്റ് പോയിന്റ് നിന്ന് ഇത്ര കയറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര വലിയ ബുള്ളിഷൊന്നും പറയാൻ പറ്റില്ല. ഒരു സൈഡ് വേസ് പോലെയാണ് മാർക്കറ്റ് പോയത്. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചത്, ഞാൻ രാവിലെ തൊട്ട് പറഞ്ഞത് കേട്ട് ഞങ്ങൾ മനസ്സിലാവും, നല്ല ഹെവി ബുള്ളിഷായിട്ട് മാർക്കറ്റ് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അതെങ്ങനെയായാലും നമ്മൾ ട്രേഡ് എടുത്ത് നല്ല രീതിക്കുള്ളൊരു ടാർഗറ്റും കിട്ടി, അത്രേ ഉള്ളൂ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.